Welcome back to my institution. Sequence and series. സീക്വൻസും സീരീസും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് 2, 3, 4 എക്സെട്ര നമ്മളിവിടെ നമ്പേഴ്സ് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇങ്ങനെ എഴുതുന്നതാണ് സീക്വൻസ്. നമ്മൾ കോമ മാറ്റിയിട്ട് 2 + 3 + 4 എക്സെട്ര ഇവിടെ എന്താണ് സെയിം ഇട്ടിരിക്കുന്നത് പ്ലസ്, ഇങ്ങനെ എഴുതുന്നതാണ് സീരീസ്. സീക്വൻസ് ഇത് സീരീസ്. ഒരു സീക്വൻസ് നമുക്ക് എന്ത് ടേം തന്നിട്ടുണ്ട്? -1 the whole raised to n minus 1, 5 raised to n plus 1. ഫസ്റ്റ് 3 ടേംസ് എന്ന് ചോദിച്ചാൽ റീപ്ലേസ് n by 1. ഒരു എക്സാമ്പിൾ, എന്നിന് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും അല്ലേ. -1 the whole raised to 1 minus 1, 5 raised to 2. നോൺ സീറോ നമ്പർ റേസ് ടു 0 എപ്പോഴും എന്താണ്? 1. 1 into 5 into 5, that is 25. ഇനി സെക്കൻഡ് ടേം കാണെങ്കിൽ എന്നിന് 2 കൊടുക്കുക. A2 -1 the whole raised to 2 minus 1, 5 raised to 10. ഇവിടെ 1, 3, 5 അങ്ങനെ ഓടാണ് വരുന്നതെങ്കിൽ ഇതെപ്പോഴും എന്തായിരിക്കും? -1. അതല്ല ഇവിടെ 2, 4, 6 ഈവൻ ആണ് വരുന്നതെങ്കിൽ +1 വരും. -1 into 125. സോ ആൻസർ ഈസ്, നിങ്ങളോട് എത്ര ടേംസ് ആണ് ഇപ്പോൾ? ഫസ്റ്റ് 5 ടേംസ് ആണെങ്കിൽ n 2, 3, 4, 5 വരെ കൊടുക്കുക. ഇനി അതിലൊരു പർട്ടിക്കുലർ ടേം നിങ്ങളോട് 7th ടേം ആണ് ചോദിക്കുന്നെങ്കിലോ A7 is equal to -1 the whole raised to 6 into 5 raised to 8. It's the geometric progression. GP, geometric progression short form. General form A, AR, AR square, etc. നിങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരേ നമ്പർ ആഡ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഒരേ നമ്പർ സബ്ട്രാക്ട് ചെയ്യും. ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് ഒരേ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, ഒരേ നമ്പർ ഡിവൈഡ് ചെയ്ത് പോകുക. ഫോർ എക്സാമ്പിൾ 2, 4, 8, 16. അവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസിന് പകരം എന്ത് പറയും? കോമൺ റേഷ്യോ. സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടേം, അല്ലെങ്കിൽ ഫോർത്ത് ടേം ഡിവൈഡഡ് ബൈ തേർഡ് ടേം. ഇതാണ് 6. ഒരു ഫ്രാക്ഷനും വരാം. -18, 9, 9/2, etc. 9/18, 1/2. എന്ത് ടേം? A into r raised to n minus 1. Sum of n terms n A into r raised to n minus 1 by r minus 1 if r is greater than 1. ഇനി r less than 1 ആണെങ്കിൽ A into 1 minus r raised to n by 1 minus r is less than 1. A, B, C are GP. 3 consecutive terms. അടുത്തടുത്ത 3 ടേം 2, 4, 8, 16 എക്സെട്ര. അപ്പം നമ്മൾ 2, 4, 8 കോൺസിക്യൂട്ടീവ് ടേം. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ എത്രയാണ്? 16. 2 into 8, 16. ഇനി അതിൽ നമ്മൾ ഈ ടേംസ് ആണ് എടുക്കുന്നെങ്കിലും 8 സ്ക്വയർ 64, 4 into 16, 64. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? B² is equal to AC.
Middle term square is equal to first into third. GM means geometric mean. EM of two numbers A and B. Root of AB. GM of 4 and 16. And 1 mark root 4 into 16. 4 into 16. And this perfect square root in 8. Probability to exercise question and exercise 8.2. Question number 1. Exercise number. Find the 20th and end term of the GP. A 5 by 2. R 5 by 4 divided by 5 by 2. Then the reciprocal into that is 1 by 2. First 20th term A into R raised to 19. A 5 by 2 R 1 by 2 raised to 19. 1 raised to 19 1. 5 by 2 into 1 by 2 raised to 19. Okay, the A raised to M into A raised to N formula 5 divided by 2 raised to 1 into 2 raised to 19. 2 raised to 20. We need the end term. An is equal to AR raised to N minus 1. 5 by 2 into 1 by 2 the whole raised to N minus 1. 5 by 2 into 1 by 2 raised to N minus 1. 2 raised to 1 into 2 raised to N minus 1. 5 by 2 raised to N. Find the 12th term of a GP. 8th term is 192. Common ratio. 8th term A R raised to 7. A into 2 raised to 7. A is equal to 192 by 2 raised to 5 32. 2 raised to 2 4. 32 into 4. 3 by 2. 12th term A R raised to 11. A 3 by 2 R 2. 2 raised to 11 and 2 cut down 2 raised to 10. 2 raised to 10 1 0 2 4. Second. Which term of the following sequence? Root 3, 3, 3 root 3, etc. is 729. 729 എത്രാമത്തെ ടേം ആണ്? ഇവിടെ എ എന്താ? റൂട്ട് 3.
ആറ് കാണാൻ നമുക്ക് തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് 3 ക്യാൻസൽ ചെയ്യാം. സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ചെയ്താൽ √3 an √3 ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ar റേസ് ടു n മൈനസ് 1 729 9 ക്യൂബ് എന്ന് ആദ്യം എഴുതാം. 9 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ 3 സ്ക്വയർ 2 ഇൻറ്റു 3 6 √3 റേസ് ടു 1 പ്ലസ് n മൈനസ് 1 3 കിട്ടണമെങ്കിൽ √3 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം? √3 ഇൻറ്റു √3. So 3 raised to 6 becomes √3 raised to 2. So n is equal to 12th term ആണ്. 12th term is equal to 729. Question number 6. Minus 2 by 7 x minus 7 by 2 RGP. ABC RGP B square is equal to AC. Minus 2 by 7 positive plus or minus 1 negative 1 വരെ positive. Number 11. Sigma എന്ന് പറഞ്ഞാൽ എന്താ? സം. K is equal to 1 to 11. 2 plus 3 raised to k. ആദ്യം നമുക്ക് kക്ക് 1 കൊടുക്കുക. പ്ലസ് നെക്സ്റ്റ് 2 plus 3 raised to 2 plus etc. 2 plus 3 raised to 11. Okay, 2 times ആഡ് ചെയ്യുമ്പോൾ 2 into 2. ഇങ്ങനെ എത്ര ടേംസ് ഉണ്ട്? 11 ടേംസ് ഉണ്ട് അല്ലേ? 2 11 ടൈംസ് വരും. 3 raised to 1, 3 raised to 2, 3 raised to 11. This is a GP with the first term 3, common ratio 3. A into r raised to n. Here n is equal to 11. Minus 1 by r minus 1. 3 minus 1. 2. A into r raised to n. 3 raised to, here n is equal to 11. Minus 1 by r minus 1. 3 minus 1. Question number 12. Sum of first 3 terms of a GP is 39 by 10 and their product is 1. ഇങ്ങനെ വരുന്ന ഒരു കേസിൽ ഇപ്പോൾ 3 നമ്പറിൻ്റെ പ്രോഡക്റ്റും ഉണ്ട്, അതേ 3 നമ്പറിൻ്റെ സമ്മും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം? ലെറ്റ് നമ്പേഴ്സ് ബി എ ബൈ ആർ. എ ആർ നമ്മളിവിടെ ലെറ്റർ എ സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് ടൈം അല്ല, കൺഫ്യൂഷൻ വേണ്ട. അത് ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കാം. എ ബൈ ആർ ഇൻറ്റു എ ആർ 1. A cube is equal to 1. So A is equal to cube root of 1. അവിടെ 8 ആയിരുന്നെങ്കിൽ cube root of 8 2. നമ്പേഴ്സ് എങ്ങനെ വരും? നമ്പേഴ്സ് ആർ 1 by r 1 into r. ഇനി ഇതിൻ്റെ സം 1 by r plus 1 plus r 39 by 10. 1 by r plus r is equal to 39 by 10 minus 1. Taking LCM, 1 plus r square by r. 39 minus 10, 29 by 10. Cross multiplication we get 10 r square plus 10 is equal to 29r. അതിനെ നമുക്ക് ലെഫ്റ്റിൽ കൊണ്ടുവരാം. We get a quadratic equation in R. R is equal to minus B, positive 29, B square minus 4AC, whole divided by 2A.
441 in the root 21. 29 plus 21, 50. 50 by 20, 5 by 2. 8 by 20, 2 by 5. Numbers എടുത്തത്. R 5 by 2 ആണെങ്കിൽ numbers എങ്ങനെ വരും? Numbers are 1 by 5 by 2. 2 by 5, 1, 5 by 2. R 2 by 5 ആണെങ്കിൽ numbers are 2, 1 by 2 by 5. 5 by 2 ഇതൊന്ന് തിരിച്ചിട്ടാണ് 1, 2 by 5. Question number 40. 12, 13, 14, 15. Important question. Sum of first three terms of a GP is 16. A plus AR plus AR square. Sum of next three terms. നമുക്ക് third term വരെ നമ്മൾ എഴുതി. Next three terms എന്ന് പറയുമ്പോൾ AR cube, AR raised to 4, AR raised to 5. 128. Determine the first term common ratio and sum of n terms. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഏത് കോമൺ എടുക്കാം? എ. സെക്കൻഡിൽ AR ക്യൂബ്. ഇക്വേഷൻ നമ്പർ 1. AR ക്യൂബ് ഇൻറ്റു 1 പ്ലസ് R സ്ക്വയർ. ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2. രണ്ടും കട്ടാവും, എ കട്ടാവും. 1 by R cube is equal to 1 by 8. R cube is equal to 8. Cube root of 8, 2. നമുക്ക് ഫസ്റ്റിൽ കൊടുക്കാം. A into 1 plus 2 plus 4. A is equal to 16 by 7. ഫസ്റ്റ് ടൈം കിട്ടി, കോമൺ റേഷ്യോ കിട്ടി. നമുക്ക് സം ഓഫ് n ടേംസ്. SN A ഇൻറ്റു ഇവിടെ R 2 ആണ് അല്ലേ? R raised to n minus 1 by R minus 1. 16 by 7 into 2 raised to n. 2 minus 1, 1. Question number 88. Question number 88. 8 plus 88. 888. 10 terms. ഫസ്റ്റ് നമ്മൾ 8 ഔട്ട്സൈഡ് എടുക്കുക, എല്ലാം 1 ആക്കുക. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. നമ്മളിവിടെ എന്താക്കണം? എല്ലാം 9 ആക്കണം. മൾട്ടിപ്ലൈങ് and dividing by 9, 9, 9 plus etc. to n terms. 10 terms നമ്മൾ എഴുതി. 8 by 9 into 9, 10 minus 1, 10 square minus 1 plus etc. to n terms. 8 by 9 into 10, 10 square etc. to n terms. This is a GP. Okay, 10, 10 square, 10 cube, etc. First term 10, common ratio 10. Minus 1, minus 1, minus 1. n times add ചെയ്ത് എന്താവും? Minus n. Eight by 9 into A into R raised to n minus 1. 10 minus 1. Question number 26. Insert two numbers between 3 and 81.
3ക്ക് 81. ഇടയിൽ 2 നമ്പർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. G1 G2 മൊത്തം എത്ര നമ്പേഴ്സായി? 4 നമ്പേഴ്സ് അല്ലേ? ഈ 4 നമ്പേഴ്സ് ഒരു GP ആകും. അങ്ങനെയാണ് നമ്പേഴ്സ് എഴുതുന്നത്. ഇത് 4th ടേം ആയിട്ട് മാറും അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്താൽ ഇത് 5th ടേം ആയിട്ട് മാറും. A4 is equal to ARQ is equal to 81. 3 into R cube. R cube is equal to 27. R is equal to cube root of 27. A3. So G1 is equal to 3 into 3, 9. G2 is equal to 9 into 3. Numbers are 9 and 27. Last question, 32. If AM and GM of roots of the quadratic equation are 8 and 5, let roots be A and B എന്ന് assume ചെയ്യാം. അരിത്തമെറ്റിക് മീൻ എന്താ? ഇപ്പം 2 നമ്പർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് AM? A plus B by 2. That is equal to 8. A plus B is equal to 16. Geometric mean, root AB is equal to 5. Squaring on both sides, we get AB is equal to 25. Sum of the roots and product of the roots and the equation equation is x square minus sum of the roots into x plus product of the roots is equal to 0. എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്റർ. ഇതിൽ ചെയ്യാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ വീഡിയോയിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എക്സാം അടുപ്പിച്ച് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു.